തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി. സിറ്റി ട്രാഫിക് കൺട്രോളിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവ എത്തി പരിശോധന നടത്തുന്നുണ്ട്. മനസ, കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ വിവിധ ഹോട്ടലുകളിൽ, അതോടൊപ്പം തന്നെ അതിനു മുൻപുള്ള ദിവസങ്ങളിൽ വിവിധ ജില്ലാ കളക്ടറേറ്റുകളിലൊക്കെ ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി വരികയും ചെയ്തിരുന്നു. പോലീസ് പരിശോധന നടത്തുകയുമാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ വലിയ തരത്തിലുള്ള ഭീഷണി വന്നിരിക്കുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ ഇമെയിൽ വഴി ലഭിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 സ്വകാര്യ ഹോട്ടലുകൾക്കായിരുന്നു ഇത്തരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് തൊട്ട് മുൻപ് ദിവസം വഞ്ചിയൂർ കോടതിക്കായിരുന്നു. ആദ്യഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തന്നെ എയർപോർട്ടും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വ്യാജ സന്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകളൊക്കെയും നടത്തിയതാണ്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത്തരത്തിൽ ഒരു സന്ദേശം നൽകുന്നത്. അതായത് ബോംബ് ഭീഷണി സന്ദേശമാണ് അയച്ചിരിക്കുന്നത്. ഈ സിറ്റി ട്രാഫിക് കൺട്രോളിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയതും എന്നും ലഭിക്കുന്ന വിവരം. ഈ ഒരു അടിസ്ഥാനത്തിൽ നിലവിൽ പരിശോധന ശക്തമായി തുടരുന്നുണ്ട്. ബോംബ് സ്ക്വാഡ്, അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പരിശോധനയാണ് നടന്നു വരുന്നത്. എന്നാൽ പരിശോധനയിൽ അപായമായ രീതിയിലുള്ള ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എങ്കിൽ കൂടിയും ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അത് ഏത് സ്രോതസ്സിൽ നിന്നാണ് വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണവും നടക്കുകയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ, അതായത് എയർപോർട്ട്, ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ, ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഈ സന്ദേശം ലഭിക്കുമ്പോൾ അത് ആളുകൾ വളരെ പരിഭ്രാന്തരാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ആ സ്രോതസ് കൂടി അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. ശരി, മനസ മനോജാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.